എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പേഴുങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നമ്മളിപ്പോ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം പേഴുങ്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാവ് രാജാവിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് റെക്കോർഡ് വരെ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ആളുടെ റെക്കോർഡ് ടൈം, ആളുടെ അല്ല, ഈ വേൾഡ് തന്നെ റെക്കോർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33 മണിക്കൂർ ഇട്ടാ. 33 മണിക്കൂറും 28 മിനിറ്റും ആണ് ആളുടെ ടോപ്പ് ടൈം. പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ തന്നെ കത്തി നിൽക്കുന്ന ഒരു മഹാപ്രതിഭയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോവാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് പേഴുങ്കര. ആളുടെ വീടിന്റെ ഏകദേശം ഇവിടെ നമുക്കൊരു 2 കിലോമീറ്റർ കഷ്ടി പോയാൽ മതി കേട്ടാ. വടക്കേപ്പറമ്പ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടാ. ഇതാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ പ്രാവുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വൺ ആൻഡ് ഓൺലി ഇബ്രാഹിം പേഴുങ്കര. ഇക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ അഭിലാഷ്, ഇത്രയൊന്നും പറഞ്ഞു പൊലിപ്പിക്കണ്ട. കാരണം നമ്മൾ അത്രയൊന്നും വലിയ ആളല്ല. നീ പറഞ്ഞത് പ്രാവിന്റെ രാജാവ് എന്നൊക്കെ പറയണത് എന്താ അങ്ങനെ പോകണം. അവർക്ക് നമസ്കാരം. ഇത് നമ്മുടെ ചങ്കാണ് അഭിലാഷ്. ഇക്ക ഒന്ന് പരിചയപ്പെടുത്തും, കാരണം സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തും. ഞാന് ഇബ്രാഹിം പേഴുങ്കര, പാലക്കാട്. വീട് വന്നിട്ട് പേഴുങ്കര വടക്കേപ്പറമ്പാണ്. എല്ലാവർക്കും അറിയും, അറിയാം. പ്രാവ് വളർത്തുന്ന എല്ലാവർക്കും അറിയും. ഞങ്ങൾക്ക് പിന്നെ ഓൾറെഡി നേരത്തെ കൂട്ടിട്ട് തന്നെ അറിയാൻ പറ്റും. അറിയാനൊക്കെ പറ്റില്ലല്ലോ. നമ്മുടെ ചങ്കാണ് അഭിലാഷ്. എല്ലാം എന്താ പറയാ, ആള് അടിപൊളിയാണ്. എല്ലാ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ സ്വന്തം ഇതിൽ ചെയ്യുന്ന ആളാണ്. സത്യത്തിൽ ഞാൻ ഇക്കാടെ വീഡിയോ എടുക്കാനാണ് വന്നത്. അല്ല പറയാ, അത് എന്റെ വീഡിയോ എടുക്കാനാണ് വന്നതെങ്കിലും നിന്റെ വീഡിയോകൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നന്നായിട്ടുണ്ട്. അത് നിന്റെ പേഴ്സണലാണ്. അത് പേഴ്സണലാണ്, നടക്കട്ടെ. എല്ലാരും പറയുന്നുണ്ടല്ലോ ഇക്കാക്ക് മറ്റേ ഫുൾ ടൈമില് 19 മണിക്കൂർ 20 മണിക്കൂർ എന്നുകൊണ്ട് സമയങ്ങളൊക്കെ എല്ലാ സീസണിലും ഇക്ക പറപ്പിക്കുന്നുണ്ട്. പിന്നെ ഇക്ക ആക്കിയ ആ ഒരു ദിവസം, എന്നെ ഞാനാക്കിയ ദിവസം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു സമയം അത് ജൂലൈ 13, 14. അത് മറക്കാനും പറ്റാത്തൊരു ദിവസമാണ്. അതൊരു എന്താ പറയാ, പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതൊരു കാര്യമാണ്. പറഞ്ഞല്ലേ, പ്രാവല്ലേ പറഞ്ഞത്. അതില് ഞാൻ നല്ല എന്താ പറയാ, നല്ല സന്തോഷം. ഒറ്റയ്ക്കാണോ പ്രാവുകളൊക്കെ നോക്കണത്? ഞാൻ നോക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മൾക്ക് ട്രെയിനിങ് സമയത്തൊക്കെ, മത്സര സമയത്തൊക്കെ നമ്മുടെ അനിയൻ സപ്പോർട്ട് ചെയ്യും. അനിയന്റെ പേരെന്താ? ഷിഹാബ്. ഇക്ക അനിയൻ ഷിഹാബുക്കാടെ കാര്യം പറഞ്ഞില്ലേ? അതെ. പ്രാവിനെ ട്രെയിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇക്ക ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു. ആളെ കാണാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്. ഇവിടെ നാച്ചുറൽ ലൈഫിന്റെ ആളുകൾക്ക് ആളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് അറിയാം. എന്നാലും ഇബ്രാഹിക്കാട് അനിയനാണ്. പുള്ളിയുടെ പേര് ഷിഹാബ് എന്നാണ്. ഇക്കാക്ക് എന്താ വർക്ക്? എളനീരാച്ചോടാണ്. അപ്പൊ സീസൺ ടൈമില് ഇക്കാടെ സഹായിക്കാനായിട്ട് വരും. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ട്രെയിനിങ് രീതികൾ, ടിപ്സ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്? ട്രെയിനിങ് രീതി എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആളുകൾക്ക് പ്രത്യേകം പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 13, 14 പറയുമ്പോൾ ആളുകൾക്കൊന്നും നിസ്സാരമായിട്ടാണ് പറയണത്. പക്ഷെ അത് കഷ്ടപ്പെടാണ്ട് പറ്റില്ല എന്ന് ചില പ്രേമികൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഈ എല്ലാവരും പറയുന്നത് അൺലിമിറ്റഡ് രാവിലെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 2 പ്രാവ് പറന്ന് ഇതാവുന്നതാണ് ചില ആളുകളുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഒക്കെ. ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു പ്രാവിനെ കണ്ടു, നമുക്കൊരു പ്രാവ് വേണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് അൺലിമിറ്റഡ് ആണ് ട്ടാ. അങ്ങനെ കുറെ കച്ചവടക്കാരടക്കം പറയുന്നത് ഇത് അൺലിമിറ്റഡ് ആണ്, പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് പറക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ട്രെയിനിങ് ചെയ്യാതെ പ്രാവുകൾ പറക്കും? ട്രെയിനിങ് ചെയ്യണം. അതെങ്ങനെ ഒരു 13 അല്ലെങ്കിൽ ഒരു 14 മണിക്കൂർ പറക്കണമെങ്കിൽ ഇക്കാടൊരു കോൺസെപ്റ്റില് എങ്ങനെയാണ് അതിന്റെ ട്രെയിനിങ് രീതികൾ? ട്രെയിനിങ് രീതി പറഞ്ഞാൽ പക്ഷെ ജനറ്റിക്കലായിട്ട് പ്രാവ് ഒരു ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ബ്ലഡ് ലൈൻ ആണ്. അതായിരിക്കും. അത് എല്ലാ പ്രാവും പറക്കും. പക്ഷെ ഏത് പ്രാവും പെട്ടെന്നൊന്നും പറക്കില്ല. ട്രെയിൻ ചെയ്തിട്ട് തന്നെ പറക്കുള്ളൂ. അല്ലാണ്ട് ഒരു പ്രാവും പറക്കൂല. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുഡൊക്കെ അതൊരു ഹെൽത്തിന്റെ ആവശ്യത്തിനുള്ള തന്നെ ഉള്ളൂ. അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലാണ്ട് അതില് വലിയ ഫുഡ് കൊടുത്തിട്ടൊന്നും വലിയ പറവൊന്നും വരില്ല. ഇല്ല. അവരൊരു ട്രെയിനിങ് ചെയ്ത് അതിന്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഫുഡും കൂടി നമ്മൾ കൊടുത്ത് കറക്റ്റാക്കിയാൽ അത് അങ്ങനെ പറഞ്ഞോളൂ. നല്ല ലൈൻ ആയിരിക്കണം പ്രാവ്. നല്ല ലൈൻ ആയിരിക്കണം. അപ്പൊ ഇതാണ് ഇക്കാക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഒരു പ്രാവ് രാവിലെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഒന്നും പറക്കില്ല പറയണത്. അത് അത്യാവശ്യം നല്ല ട്രെയിനിങ് ചെയ്ത് മാത്രമാണ് അത് പറക്കുള്ളൂ. പിന്നെ നല്ല ബ്ലഡ് ലൈൻ ഉള്ള പ്രാവുകളും വേണമെന്നാണ്. പിന്നെ ഫുഡിന്റെ രീതികൾ എന്ന് പറയുമ്പോൾ അത് പല ആൾക്കാർക്കും
പല ടൈപ്പിലാണ് ഫുഡിന്റെ രീതികളൊക്കെ കൊടുക്കുന്നത്. അപ്പോ ഇവര് ഓൾറെഡി വേൾഡ് റെക്കോർഡ് ജേതാവാണ് ഇബ്രാഹിം പേഴുങ്കരയും അതുപോലെ ആളുടെ അനിയൻ ഷിഹാബ് പേഴുങ്കരയും. അപ്പോൾ രണ്ടുപേർക്കും ഇളനീര് കച്ചവടം കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്യുന്നത്. അപ്പോൾ സീസൺ ടൈമിൽ ഇവര് വർക്ക് മാറ്റി വെക്കുമോ അതോ വർക്ക് ടൈമിലാണോ ചെയ്യുന്നത്? സമയമല്ല, ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് കച്ചവടം കമ്മിയായിരിക്കും. നല്ല മഴയത്ത് കച്ചവടം വളരെ മോശമാവും. അപ്പൊ നമ്മളത് നിർത്തിയിട്ട് അപ്പൊ അവിടെ സ്റ്റാഫ് ഉണ്ടാവോ അതോ അടച്ചു വെക്കും? ഞങ്ങൾ രണ്ടാളും അവൻ തനിച്ച് ഞാൻ തനിച്ച് തന്നെയാണ്. അത് ഞങ്ങൾ തന്നെ ഉള്ളൂ, വേറെ സ്റ്റാഫ് ഒന്നുമില്ല. ഇല്ല. അപ്പൊ അത് ഏകദേശം എത്ര മാസം ഇതിന്റെ കച്ചവടം ഉണ്ടാവും? സീസൺ ടൈം നമ്മൾ ജൂൺ ജൂലൈ ആഗസ്റ്റിലാണല്ലോ നമ്മുടെ പ്രാവ് തുടങ്ങുന്നത്. സീസൺ ജൂലൈ ഒരു ജൂൺ സ്റ്റാർട്ടിംഗ് എന്നാണ് പറഞ്ഞത്. ജൂണും തുടങ്ങി ജൂലൈ ആഗസ്റ്റ് 15 വരെ ഉണ്ടാവും. ആ 2.5 മാസം നമ്മള് തൊഴില് ഇതായി മാറും. അപ്പൊ ഷോപ്പ് അടച്ചിടുമ്പോ അപ്പൊ അതിനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വഴിയോര കച്ചവടക്കാരാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ആ ടൈമില് പറയുമ്പോ നമ്മള് ഈ പ്രാവിന് വേണ്ടിട്ട് തന്നെയാണ് ഒഴിവാകുന്നത്. ഇപ്പൊ അതൊക്കെ ആദ്യം മഴയൊക്കെ ആ ടൈമിൽ, ഇപ്പോഴൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രാവ് കൊണ്ട് തന്നെയാണ് ആ ടൈമില് ഒഴിവാക്കി വരുന്നത്. പ്രാവിന്റെ ടൈം വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ക്രൈസ് കയറും, അതിൽ സ്ലോ ആവും. കാരണം അവിടെയും നമ്മൾ തന്നെ പോകണം, ഇവിടെയും നമ്മൾ തന്നെ വരണം. വീട്ടുകാരൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? അതൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഇത് നിങ്ങൾ രണ്ടാളും മാത്രം തന്നെയാണോ ഉള്ളത് ഇതില് പ്രാവിനെ പറത്താനും ട്രെയിൻ ചെയ്യാനും? അങ്ങനെ രണ്ടാളും മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ 33 മണിക്കൂർ ഒരു പ്രാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് ബാക്കിൽ ഒരു പ്രാവ് 29 സംതിങ് പറഞ്ഞു 9. ആ പ്രാവിന്റെ മാത്രം വലുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല വീഡിയോസിലൊന്നും, ചെറുതായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. 33 മണിക്കൂറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഫസ്റ്റല്ലേ വരുന്നുള്ളൂ, ബാക്കിലുള്ള ആളെ അറിയില്ല അല്ലേ? പക്ഷെ അതൊരു മഴ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 1000-1500 ആൾക്കാരടക്കം കാണികൾ ഉണ്ടായിരുന്നു. മറ്റേ ന്യൂസ് ചാനലിലൊക്കെ ഇക്കടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞാനടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതിലാണെന്ന് 24 മാതൃഭൂമിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് യൂട്യൂബ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തില് റിപ്പോർട്ട് ചാനലില് വേൾഡ് റെക്കോർഡ് ജേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 29 മണിക്കൂർ പറഞ്ഞ പ്രാവിന്റെ മാത്രം വന്നിട്ടില്ല. 33 മണിക്കൂർ പറഞ്ഞ പ്രാവിന്റെ കാര്യമാണ് വന്നിട്ടുള്ളത്. 2 പ്രാവാണ് പറഞ്ഞത്. അതിൽ ഒരു പ്രാവ് നമുക്ക് 29 ഇരുന്നു. അതിന് വേറെ ശേഷം പിന്നെ 33 മണിക്കൂർ 28 മിനിറ്റ് പറഞ്ഞു. കമ്മിറ്റി ഏതാണ്? അത് നമ്മള് വിട്ടത് 3 മത്സരമാണ്. 3 ഡിസ്ട്രിക്ട് മത്സരവും, ഒന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് ഗോപി മെമ്മോറിയൽ, ഒന്ന് ശിവം പഞ്ചിക്ക മെമ്മോറിയൽ, പിന്നെ ഒന്ന് നമുക്ക് കൊച്ചിയിൽ ഒരു പന്തയം ഉണ്ടായിരുന്നു. അത് ഓൾ കേരളയാണോ? ഓൾ കേരള രാജു ഈശ്വർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി വരണം. ആ പേരിലാണ് വന്നത്. കൊച്ചിയില് 3 അങ്ങനെ 3 വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പ്രാവ് പറത്തി 13-ാം തീയതി രാവിലെ 6:55 പ്രാവിനെ വിട്ടു. 14-ാം തീയതി പിന്നെ 4:28 പ്രാവ് ഇരുന്നത്. നമ്മള് വെട്ടുവെക്കുന്നത് കാലത്ത് 5 മണിക്ക്, 22 മണിക്കൂർ ശേഷമാണ് വെട്ടുവെക്കുന്നത്. അത് ഇരിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണോ? പ്രാവ് നമുക്ക് മതി എന്നുള്ള ധാരണയിൽ നമ്മൾ വെട്ടുവെച്ചിട്ട് ഇരുത്തതാണ്. അപ്പൊ ആ ഇരുന്ന ശേഷം പ്രാവ് വെട്ടുവെച്ചു, പ്രാവ് തുറന്നു വിട്ടു, പ്രാവ് ഇരുന്നില്ല. ഇല്ല, പ്രാവ് നമ്മൾ 5 മണിക്ക് റെക്കോർഡ് ഇട്ടാലും പ്രാവ് 27 താണ്ടിയിട്ട് വിട്ടത്. ആ ലെവലിലാണ് ആ പ്രാവിന് റെക്കോർഡ് ഇട്ട് 5 മണിക്ക് വിട്ടത്. ഈ 33 പറഞ്ഞതിന്റെ അല്ലേ പറഞ്ഞത്? അതെ. 5 മണിക്ക് റെക്കോർഡ് ഇടുമ്പോഴും നമുക്കറിയാം പ്രാവ് പറക്കുന്നു. പകല് കയറി കഴിഞ്ഞാൽ ഈ 29 പറഞ്ഞ പ്രാവ് കൺഫേം ആയിട്ട് പകലിരിക്കും. 29 പറന്നിട്ടുണ്ട് ആ പ്രാവ് നേരത്തെ? ഇല്ല, ആ പ്രാവ് 19 മണിക്കൂർ വരെ പറന്നിട്ടാണ് ആ പ്രാവ് പിന്നെ 29ലേക്ക് വരുന്നത്. അപ്പല്ല 19 മണിക്കൂർ ട്രെയിനിങ്ങിൽ ആ പ്രാവ് 19 മണിക്കൂർ ഒരു ടൂർണമെന്റിൽ നാഷണൽ വിട്ടിട്ട് ആ പ്രാവ് ഔട്ടാവുന്നുണ്ട്. അപ്പൊ 19 മണിക്കൂർ പ്രാവ് കവർ ചെയ്ത് കഴിഞ്ഞു എന്നിട്ടാണ് പ്രാവ് ഔട്ടാവുന്നത്. അതെങ്ങനെ ഔട്ടാണല്ല, അതായത് നമ്മള് ശ്രീത്ര വിട്ടിട്ടുണ്ടായിരുന്നു നാഷണൽ ടൂർണമെന്റ് ജൂലൈ 1-ാം തീയതി. അന്ന് വിട്ടിട്ട് പ്രാവ് 1-ാം തീയതി വിട്ടു. കൂടെ വിട്ട പ്രാവ് ഒരു 15-14 മണിക്കൂറിൽ ഒരു സമയത്തിന് വന്നില്ല. അത് ക്യാൻസലായി. അതിനുശേഷം അതേ റീചാൻസ് അതിന് 8-ാം തീയതി ഉണ്ടായിരുന്നു. ഇതേ പ്രാവ് ഈ പ്രാവ് ഒഴിവായി. ചാൻസിന് സമയത്തിന് വരാത്ത പ്രാവ് ഒഴിവായി ഈ പ്രാവിന് വിട്ടു. അപ്പൊ ഈ പറഞ്ഞ 33, 29 പറഞ്ഞ പ്രാവ് ആ ബാച്ചാണ് വിടുന്നത്. ആ വിട്ട പ്രാവുകള് നേരെ തിരിച്ചിട്ട് 2 മണിക്ക്, അതായത് 20 മണിക്കൂർ കഴിഞ്ഞു, നൈറ്റ് 2 മണി, രാത്രി 2 മണിക്ക്. അന്ന് നിലവില് 19:33 ശ്രീ ഇത്രയിൽ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് 2 മണിയായപ്പോ 20 മണിക്കൂറായി മതി എന്നുള്ള ധാരണയില് വെട്ടുവെക്കാൻ നിന്നു. പക്ഷെ ഈ വെട്ടുവെക്കുന്നതിന്റെ 1 മിനിറ്റ് സമയത്തിന് വന്നില്ല. നമുക്ക് 20 മിനിറ്റ്, രാത്രി 20 മിനിറ്റില് സമയത്തിന് വന്നില്ല. ആ വരാത്ത ഇരുന്നുകൊണ്ട് നമ്മൾ വെട്ടുവെച്ച് 20 മണിക്കൂർ ശേഷം വെട്ടുവെച്ചു. അന്ന് ആ പ്രാവ് ഇരിക്കുന്നത് ഈ 33 പറഞ്ഞ പ്രാവ് ഇരിക്കുന്നത് 3:25-നാണ്. 8-ാം തീയതി 3:25, അതായത് 21 മണിക്കൂറും 25 മിനിറ്റുമായി.
അതിനുശേഷമാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 8-ാം തീയതി കഴിഞ്ഞ് പിന്നെ 13-ാം തീയതി ടൂർണമെന്റ്, ഈ 33 വർക്കുന്ന ടൂർണമെന്റ്. ഈ 8-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ പ്രാവൾക്ക് പിന്നെ റെസ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ട്? നേരെ വിടുന്നത് 13-ാം തീയതി. പിന്നെ അതുവരെ റെസ്റ്റ് ആയിരുന്നു? റെസ്റ്റ് ആയിരുന്നു പ്രാവിന്. അപ്പൊ അവനക്കത് കൺഫേം ഉണ്ടായിരുന്നു, ആ സമയം താണ്ടിട്ടേ പ്രാവ് ഇരിക്കുള്ളൂ ആൾക്ക് ഉറപ്പായിരുന്നു. 22-ാം മണിക്കൂർ ശേഷം നമ്മൾ വെട്ടുവെച്ചത്. നമുക്ക് നമ്മുടെ പാലക്കാട് റൂൾസിൽ വെട്ടുവെച്ചാലും പ്രാവ് കണ്ടോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് പാലക്കാട് റൂൾസിൽ ഉൾപ്പെട്ടിട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് 2-3 മണിക്കൂർ കഴിഞ്ഞാലും പ്രാവ് ഇരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് വെട്ടുവെച്ചത്. അത് നമ്മൾ രാവിലെയൊക്കെ വിടുമ്പോ അതിന്റെ സമയം എങ്ങനെയാ? റഫറി വരുന്ന സമയത്ത് ഇപ്പൊ 3 റഫറി ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ അത്രയും ടൂർണമെന്റ് ഉണ്ടാകുമ്പോ റഫറിമാരും കാണികളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ റൂൾസില് ഇതില് നമ്മൾ പ്രാവിനെ പറപ്പിക്കുമ്പോൾ ഇപ്പൊ ചില ആളുകൾ നമ്മൾ പറയുന്നുണ്ട് ഇത് അത്ര നേരമൊക്കെ പറക്കുക, എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് വരുന്നതൊക്കെ പറയുന്നുണ്ട്, അറിയാത്ത ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ റഫറിമാർക്ക് നമ്മൾ പ്രാവിനെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ നമുക്ക് ഈ പരിസരം നോക്കിയാൽ തന്നെ അറിയാം പ്രാവളെ കാണാം. സമയം എങ്ങനെയാണ് ഈ പ്രാവ് നമുക്ക് കാണേണ്ടത്? നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. കാണാതെ പകല് 10 മിനിറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയം വരും. അതിലുള്ള പ്രാവിനെ കാണണം. അതായിട്ടാണ് നൈറ്റിലോട്ട് വരുമ്പോ 7 മണി കഴിഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് 6 മിനിറ്റ് സമയം അവര് നോക്കും. 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അത് ഓരോ ലഫ്റ്റർമാർക്ക് ഓരോ കമ്മിറ്റിക്ക് ഓരോ റൂളുണ്ട്. ആ റൂൾസിൽ ഉൾപ്പെട്ടിട്ടാണ് പ്രാവ് പറഞ്ഞത്. അപ്പൊ ആ സമയം കണ്ടില്ല പറഞ്ഞാൽ 20 മിനിറ്റ് കാണണം. അതിനാണ് നമുക്കിവിടെ അന്നത്തെ ദിവസം അങ്ങനെയുള്ള ഇത് വന്നിട്ടില്ല. കാരണം എപ്പോഴും പ്രാവ് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ വിട്ട് പ്രാവ് എവിടെയും പോയിട്ടില്ല. 2 കിലോമീറ്ററും ഇല്ല, കാണാവുന്ന ദൂരത്തിന്. അപ്പൊ ഇത് നൈറ്റ് പോകുമ്പോ ഈ ട്യൂബിലാണോ അതോ ഈ മറ്റേ ഫുട്ബോൾ ടർഫിൽ കാണില്ല ഈ ഹാലജൻ LED അതില് ഏതാണ് ലൈറ്റ് ഏതാ യൂസ് ചെയ്യുന്നത്? MH ആണ്. അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷീറ്റിന്റെ മേലെ 2 വെക്കും. ഫുൾ ടൈം വെക്കും അതോ പറപ്പിക്കുന്ന സമയത്ത്? ഫുൾ ടൈം വെക്കും. അത് പറക്കുന്ന സമയത്ത് നല്ല എപ്പോഴും ഉണ്ടാവും. മറ്റുള്ള പുറത്തുകളിൽ വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ടൂർണമെന്റ് ദിവസങ്ങൾ അനുസരിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പൊ വിടുന്ന ടൂർണമെന്റിലൊക്കെ വിന്നർ ആവാറുണ്ടോ? എല്ലാ ടൂർണമെന്റിലും വിന്നർ ആകാനുള്ള ആഗ്രഹം എല്ലാ ടൂർണമെന്റിലും വിന്നർ ആകാറില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പാർട്സന്റെ അനുഗ്രഹം കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എത്ര ടൂർണമെന്റ് വിന്നർ ആയിട്ടുണ്ട്? ഈ പ്രാവശ്യം ഞാൻ ടൂർണമെന്റ് വിന്നർ ആയിരിക്കുന്നത് ഏകദേശം 3 ഫസ്റ്റ്, 1 സെക്കൻഡ്, 1 4-ാം സ്ഥാനം, അങ്ങനെ ഒരു 6 എണ്ണം. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. ഇപ്രാവശ്യം ഞാൻ വിട്ടത് 1-ാം തീയതി. 1-ാം തീയതി വിട്ടത് ശ്രീചിത്ര, പിന്നെ സേവ് പിജിയൻ, നമ്മുടെ കൊച്ചിത്തെ ഒരു ടൂർണമെന്റ്, ഓൾ കേരള. ഈ 3 എണ്ണം കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വിട്ടത്. സേവ് പിജിയൻ നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. സേവ് പിജിയനാണ്. ഇത് വിട്ടിട്ട് നമുക്ക് അന്ന് വിട്ട് പ്രാവുകള് പറന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വിട്ടത് 4-ാം തീയതിയാണ്. 4-ാം തീയതി ഡിസ്ട്രിക്ട് എയും മറ്റേ വണ്ണക്കര ഒരു എയും മറ്റു PDPF ടൂർണമെന്റ്, 2 ടൂർണമെന്റിനും കൂടിയിട്ട് കണക്ട് ചെയ്ത് വിടാണ്. പക്ഷെ 2 അമ്പയർമാരുണ്ട്. 2 അമ്പയർമാരുണ്ടാവും. ഒരു ദിവസം നമുക്ക് 2 അമ്പയർ വെച്ചിട്ട് ഒരേ പ്രാവളിനെ വിടാം. അതിൽ റൂൾസ് പ്രൈസ് ഉണ്ട്. അതിൽ വന്നിട്ട് ഡിസ്ട്രിക്ട് 7 വന്നിട്ട് നമുക്ക് 9-ാം സ്ഥാനോ 15 മണിക്കൂർ എന്തോ പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് താഴെ. ഇപ്പൊ 4-ാം തീയതി വരെ പറഞ്ഞു. ഇനി 4-ാം തീയതിക്ക് ശേഷം അടുത്ത പന്തൊക്കെ എപ്പോഴാണ് വിട്ടത്? 4-ാം തീയതി ശേഷം 8-ാം തീയതി. 8-ാം തീയതി നമ്മുടെ ഈ ഓൾ കേരളയും ശ്രീ ഇത്രയും വിട്ടതായിരുന്നു. 1-ാം തീയതി വിട്ടത്. അത് അന്ന് ചാൻസ് ആയി. എന്നിട്ട് അതിന് ശേഷം വിടുന്നതാണ് 8-ാം തീയതി. ചാൻസ് പറവ. അന്ന് പ്രാവ് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? അന്ന് പ്രാവ് പറഞ്ഞത് 19 മണിക്കൂർ 33 മിനിറ്റ് ആണ് ശ്രീത്രയില്. അല്ല, നമ്മുടെത്തല്ല, ശ്രീത്രയിൽ നിലവിൽ ലീഡ് ഉള്ളത്. അതിനുശേഷമാണ് നമ്മുടെ പ്രാവുകള് ഞാൻ 20 മണിക്കൂർ ആട്ടെ എന്ന് കണക്കാക്കിയിട്ട് നിന്നത്. 20 മണിക്കൂർ ആട്ടെ വരെ നിന്ന് പ്രാവുകള് നമുക്ക് 20 മണിക്കൂർ എത്തിയാണ്. ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു പ്രാവ് സമയത്തിന് കിട്ടിയില്ല. അപ്പൊ അത് ഔട്ടായി. ചാൻസ് പറയാൻ 8-ാം തീയതി വിട്ടത്. അപ്പൊ അതിൽ ഔട്ടായി. അതായത് നമുക്ക് 20 മണിക്കൂർ ആകട്ടെ എന്നുള്ളത് നിന്നു. അതില് അപ്പോഴേക്കും 20 മണിക്കൂറിൽ ഒരു 2 മിനിറ്റ് മുമ്പ് ഒരു പ്രാവ് നമ്മളെ സമയത്തിന് റൂൾസ് പ്രകാരം 8-ാം തീയതി വിട്ടത്. 8-ാം തീയതി ശ്രീചിത്രയാണ് 2 പന്തയം വിട്ടു എന്ന് പറഞ്ഞാൽ ശ്രീചിത്രയും ഓൾ കേരളയും സേവ് പിജിയനും. അപ്പൊ അതില് ഓൾറെഡി ശ്രീചിത്രയിലാണ് ഔട്ടായി പോയത്. ശ്രീചിത്രന്റെ റൂൾസിലാണ് ഇത് 3 പേര് ഈ 3 പേര്. അപ്പൊ 3 ഔട്ടായി. അതിനുശേഷം വിടുന്നത് 13-ാം തീയതിയാണ്. ഈ 8-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് 13-ാം തീയതി ഇബ്രാഹിം പേരങ്കര എന്നുള്ള വ്യക്തിയായത്. 33 മണിക്കൂർ ഒരു പ്രാവ് കവർ ചെയ്തു. സെക്കൻഡ് പ്രാവ് 29. അതൊന്ന് പറയൂ. അത് 8-ാം തീയതി കഴിഞ്ഞ പിന്നെ 13-ാം തീയതി ടൂർണമെന്റ്. ഈ 8-ാം തീയതി വിട്ട അതേ പ്രാവുകൾ തന്നെയാണ് നമ്മൾ 13-ാം തീയതി വിടുന്നത്. 13-ാം തീയതി വിട്ടിട്ടാണ് നമ്മൾ നീ പറഞ്ഞ പോലെ വേൾഡ് റെക്കോർഡ് വൺ ആൻഡ് ഓൺലി ഇബ്രാഹിം പേളിങ്കര എന്ന് പറഞ്ഞിട്ടുള്ള മഹാപ്രതിഭ പ്രാവ് രാജാക്കന്മാർക്ക് ഈ പാലക്കാടിനെ വീണ്ടും പരിചയപ്പെടുത്തിയ ഇബ്രാഹിം പേളിങ്കര, അതുപോലെ ഷിഹാബ് പേളിങ്കര അല്ലെ? അത് കഴിഞ്ഞ് 13 കഴിഞ്ഞ് 14-ാം തീയതി
വൈകുന്നേരം 4:28 പ്രാവിരിക്കും. പ്രാവിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 13-ാം തീയതി ഒരു പന്തയം കൂടി ഞാൻ കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മള് കൊച്ചി പന്തയം 2 വിടാം. ആ 2 ഓപ്പൺ ടൂർണമെന്റ് 2 വിടാം. അതിൽ ഞാൻ ചാൻസ് ആയി 22 മണിക്കൂറിൽ വെച്ചിട്ട് ഇരിക്കാതെ. അപ്പൊ അത് ചാൻസ് ആയി. അപ്പൊ ഞാൻ 20-ാം തീയതി വീണ്ടും പന്തയം വിട്ടു. ഇതേ പ്രാവല്ല, ഒരു പ്രാവ് ഇതും ഒരു പ്രാവ് 29 പറഞ്ഞില്ലേ, 29 പ്രാവും വേറൊരു പ്രാവും കൂടി പിടിച്ചു. എന്നിട്ട് അതിനെ വിട്ടു. അത് വിട്ടിട്ട് 19.5 രണ്ട് പ്രാവും 19.5. അതില് തേർഡ് പ്രൈസ് ഉണ്ട്. കൊച്ചി ഓപ്പൺ ടൂർണമെന്റ് ഒറ്റയ്ക്ക് വിട്ടു. അത് അമ്പയർ വന്ന് ഒറ്റയ്ക്ക് വിട്ടു. അതിൽ നമുക്ക് തേർഡ് പ്രൈസ് ഉണ്ട്. അതിനുശേഷം 24-ാം തീയതി പ്രദേശും വെണ്ണക്കരയും കൂടി വേറൊരു ടൂർണമെന്റ് വിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ വിട്ടു. അതിൽ ഈ 2 പ്രാവുകൾ 19.5 പറഞ്ഞില്ലേ, അതേ പ്രാവുകൾ തന്നെ വിട്ടത്. അത് വിട്ട് നമുക്ക് ഫസ്റ്റ് വിട്ടത് ഇതേപോലെ വൈകുന്നേരത്ത് ചാൻസ് വാങ്ങേണ്ടി വന്നു. ചാൻസ് വാങ്ങി. ആ ചാൻസ് പറവ പോരാ, സമയത്തിന് കാണാമെന്നല്ല, പറവ നമുക്ക് പോരാ തോന്നിയപ്പോ ചാൻസ് വാങ്ങി. ചാൻസ് വാങ്ങിയിട്ട് 2-ാം മുറി നമുക്ക് 27-ാം തീയതി ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതേതായിരുന്നു? അത് വന്നിട്ട് പുതുപ്പുരാറ് ഷിബുവിന്റെയും പിന്നെ വെണ്ണക്കരയും കൂടി ഉണ്ടാണ് കണക്ട് ചെയ്ത് വിട്ടത്. രണ്ടും അൺലിമിറ്റഡ്. അത് വിട്ടു. അതും ചാൻസ് ആയി 24-ാം തീയതി. 24-ാം തീയതി. അത് ഒന്ന് ചാൻസ് ആയി, ഒന്ന് ക്യാൻസൽ ആയി. അപ്പൊ ആളുകളെ ഈ 13-ഉം 14-ഉം പറഞ്ഞപ്പോ നമുക്ക് പിന്നെ അതിലും വലിയ ടൈം പ്രതീക്ഷിച്ചിട്ടാണല്ലോ ആൾക്കാരായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ചാൻസ് ഒക്കെ പറയുമ്പോ ആളുകളെ നമ്മള് ശരാശരി ഇത്ര പറഞ്ഞിട്ട് നമുക്ക് ആ പറവ എത്താത്താവുമ്പോ നമുക്കും മറ്റുള്ളവർക്കും പോലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചാൻസ് ആക്കിയിട്ട് 27-ാം തീയതി ശേഷം ഞാൻ ആഗസ്റ്റ് 3-ാം തീയതി ഡിസ്ട്രിക്ട് ബി ഉണ്ടായിരുന്നു, പുതുപ്പുരാരം ഈ ചാൻസ് പറവുണ്ടായിരുന്നു. അത് രണ്ടും കൂടി വിട്ടു. അതില് വിട്ടത് ഈ വേറൊരു പ്രാവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ 2 പ്രാവുകളല്ല, വേറെ പ്രാവുകളെ വിട്ടു. അതിൽ 29 പറഞ്ഞ പ്രാവും വേറൊരു പ്രാവിനും കൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാവിനും കൂടി വിട്ടിട്ടാണ് നമുക്ക് 18:45 പറഞ്ഞത്. അന്ന് വിട്ടിട്ട് ഇറക്കിയതാണ്. 18:45. അതിൽ ഡിസ്ട്രിക്റ്റില് സെക്കൻഡ് ഉണ്ട്, ഷിബുവിന്റെ ഫസ്റ്റ് അതിൽ കിട്ടി. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ടൂർണമെന്റും കൂടി ഉണ്ടായിരുന്നു. ഈ ഷിബുവിന്റെ 8 പന്തയം ഉണ്ടായിരുന്നു. 10-ാം തീയതി ചാൻസ്, 17-ാം തീയതി ഞാൻ വിട്ടിട്ടുണ്ട്. 17-ാം തീയതി വിട്ടു. അത് നമുക്ക് തേർഡ് പ്രൈസ് ഉണ്ടായി. 13 മണിക്കൂർ 28 മിനിറ്റ്. അപ്പൊ ടോട്ടൽ ഏകദേശം ഒരു 10-15 പന്തയം. ഇത് കഴിഞ്ഞ പിന്നെ 15 പന്തയം ഉണ്ട്. അതിനുശേഷം 3-ാം തീയതി ശേഷം 10-ാം തീയതി നമ്മുടെ ജലീലിന്റെ പന്തയം ഉണ്ടായിരുന്നു. ഈ 7.5 പന്തയം അത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് അവന് ഇതേപോലെ വിട്ടത് ഈ 8 പന്തയം വിട്ട പ്രാവില് ഒരു പ്രാവ് വിട്ടുള്ളൂ. അത് നമ്മളാ ഈ പറഞ്ഞ അത്രയും പറവകൾ കയറി വന്ന് തുടങ്ങി ഈ 3-ാം തീയതി വരെ പറവ ഞാനും ടയേർഡായി, അനിയനും ടയേർഡായി. അപ്പൊ പിന്നെ അങ്ങോട്ട് കേട്ടിയില്ല. അത് എങ്ങനെയായിരുന്നു ടൈം? അതിന്റെ സമയം കമ്മിയുള്ളൂ. നമുക്ക് 10 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചാൻസ് വാങ്ങിച്ചു. പിന്നീട് വിട്ടില്ല. അതോടെ നിർത്തി കഴിഞ്ഞു. അതോടെ 10-ാം തീയതി പന്തയം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇക്കാടെ അനിയന്റെ അടുത്തും ഇക്കാനായിട്ടും പേഴ്സണലായിട്ട് ഒന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ പ്രേക്ഷകർക്കും അതാണ് വേണ്ടത്. ഒന്ന് വിളിക്കാവോ? അപ്പൊ ഷിയാബ് അപ്പൊ ഇബ്രാഹിം ഒരു പറഞ്ഞ സ്ഥിതിക്ക് 2024-ത്തെ പന്തയങ്ങളെ കഴിഞ്ഞ് ഇനി 25-ലേക്കുള്ള ചുവടെടുപ്പാണ്. ആ ഒരു സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇപ്പോ 33 മണിക്കൂർ പറന്നിട്ടുണ്ട് പ്രാവ് ഓൾറെഡി. ഇനിയിപ്പോ അതിന്റെ മുകളിലേക്ക് സമയം നിങ്ങൾ ട്രെയിൻ ചെയ്ത് എടുക്കുവോ? അതിന്റെ മേലേക്ക് പ്രാവുകൾ പറപ്പിക്കൂ? പ്രാവുകള് അതിന്റെ മേലെ പറക്കും. നമ്മുടെ പ്രാവൊന്നുമല്ല, പൊതുവെ എല്ലാ പ്രാവുകളും പറക്കും. ഇനി നമ്മളുടെ ഒരു ശ്രമം ഈ 33 കവർ ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ബ്ലഡ് ലൈന് എങ്ങനെയാണ് നിങ്ങൾ കവർ ചെയ്യുന്നത്? അതോ പുറത്തുനിന്ന് പ്രാവിനെ കൊണ്ടുവന്നിട്ടാണോ ചെയ്യുന്നത്? അതോ ഈ നിങ്ങളെ ബ്ലഡ് ലൈൻ തന്നെ പറപ്പിക്കുന്നത്? നമ്മൾ കേട്ടറിവുന്നുണ്ട് ഓൾറെഡി റെഡി തന്നെയാണല്ലോ. നമ്മുടെ ബ്ലഡ് ലൈൻ തന്നെയാണ്. അത് പ്രാവുകൾ നിങ്ങൾ ആദ്യം എവിടെ നിന്നാണ് അത് കൊണ്ടുവന്നിട്ട് ചെയ്തത്? അതൊന്ന് പറയോ നമ്മളെ പ്രേക്ഷകരെടുത്ത്? അത് പണ്ട് നമ്മുടെ വലിയ അബോണനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് ഉള്ള പ്രാവുകളായിരുന്നു. ഏകദേശം എത്ര വർഷം മുന്നാണ് അത്? ഒരു 30 വർഷം. ഇബ്രാഹിം എത്ര വർഷം? അന്ന് ചെറുതാണ്. ഞാനാണ് പ്രാവ് വെക്കുന്നത്. അത് ഏകദേശം 30 വർഷം അടുത്തുണ്ടാവും. നമ്മുടെ ഏട്ടൻ വലിയ അബു ലോഡിങ്ങാരനാണ്. അതെ. ഇല്ല, മുണ്ടൂര താമസം. മൂപ്പര് തന്നിട്ട് ഏകദേശം അവിടെ നിന്ന് 8 പ്രാവ് നമുക്ക് 8 പ്രാവ് തന്നിട്ടുണ്ട്. അതിന് കുറച്ച് മുമ്പ് തന്നെ നമ്മുടെ നീളിക്കാടാണ് നമ്മൾ ആദ്യം താമസിക്കുന്നത്. ഇവിടെ വരുന്ന മുമ്പ് നമ്മൾ നീളിക്കാടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടത്തെ ആൾക്കാർ കുറെ വലിയ പ്രാവ് ആൾക്കാരൊക്കെ ഉണ്ട്. പേര് കേട്ട ആൾക്കാരൊക്കെ കോമളേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെ ഇടയിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ പൂക്കുറത്തോട്ടം താമസം ഉണ്ടായിരുന്നു. എവിടെ? പൂക്കുറത്തോട്ടം. നെല്ലിക്കാട് പൂക്കുറത്തോട്ടം താമസം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തൊട്ട് വീട്ടില്
ഹുസനക്കാന്ന് പറയും. ഹുസനക്ക കേട്ടിട്ടുണ്ട്. അയാളെ അപ്പൊ നമ്മൾക്ക് അവിടെ ഒരു മതിലിന്റെ വ്യത്യാസമുള്ളൂ. അവിടെ പ്രാവ് വളർത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും. പിന്നെ നീലിക്കാട് പോയാൽ അവിടെ നിന്ന് ഇവരിന്റെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിലൊക്കെ പോയി നോക്കും. അത് പഴയ ലൈന് പ്രാവുകൾ പറയുമ്പോ എങ്ങനെയാണ് കളർ ബേസ് എങ്ങനെയാണ്? അതും ഈ പറവപ്രാവിൽ തന്നെ എടുത്താൻ പറ്റുന്ന പ്രാവ് തന്നെയാണോ? പഴയ ലൈന് പുതിയ ലൈന് പറഞ്ഞിട്ടൊന്നും ഇല്ല. നല്ല പ്രാവുകള് അന്നത്തെ മത്സരം നമുക്ക് 12 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതിനത്ര ട്രെയിൻ ചെയ്ത് അത് പറത്തേയുള്ളൂ. 12 കഴിഞ്ഞ് 12:10 അതിനുശേഷം 12:20 അങ്ങനെ ഓരോ വർഷം കയറി ഓരോരുത്തരും മാറി വരുന്നതിൽ വന്നതാണ്. പഴയ ലൈന് പുതിയ ലൈന് കൊണ്ട് എന്റെ അടുത്തുള്ള അന്നുള്ള പ്രാവുകൾ തന്നെയാണ് ഇന്നുള്ള. അതിന്റെ മക്കള് പേരെ കുട്ടികളാണ് ഉള്ളതെന്ന് മാത്രം. അപ്പൊ ഷിയാബ്ക പ്രാവിലേക്ക് വന്നിട്ട് ഏകദേശം ഇക്കടൊപ്പം തന്നെ ഉണ്ടായിരുന്നു? കൂടെ ഉള്ള ഒരുമിച്ചാണല്ലോ. അത് രണ്ടാളും ഒരേ ടൈമിൽ തന്നെയാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ചിട്ട് ഇപ്പൊ രണ്ടാൾക്ക് സെപ്പറേറ്റ് ചോദിക്കണം. എല്ലാവർക്കും അത് രണ്ടാൾക്കും ഒരേ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് അങ്ങനെ പ്രാവിനെയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ചെയ്ത്. പിന്നെ നമ്മളിവിടെ പേഴുങ്കരിക്ക് വന്നിട്ട് ഏകദേശം കുറെ കാലേ 10-25 കൊല്ലം മേലെ ആയി. 27 കൊല്ലം. ഇവിടെ തന്നെയാണോ? ഇല്ല, ഇവിടെയല്ല. ഞാൻ ഇവിടെ 2008 വരുന്നത്. സ്വന്തം വീട് സ്ഥലമൊക്കെ വാങ്ങിച്ചു. നമ്മുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നു പ്രാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴായിരുന്നു? അത് അപ്പൊ 90 അവിടെ വിട്ടിട്ടുണ്ട്. അതൊക്കെ ഓർമ്മ മെമ്മറി കിട്ടുന്നുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ആയിട്ട് ടൂർണമെന്റ് വിടുന്നത് നമ്മുടെ കല്യാൺ ടൂർണമെന്റ് ആയിരുന്നു. കല്യാൺ ടൂർണമെന്റ് മുമ്പ് കല്യാൺ ടൂർണമെന്റ് കേട്ടിട്ടുണ്ട്. ആ ടൂർണമെന്റ് അത് കോമളട്ടൻ കനിയണ്ണ നമ്മുടെ പിന്നെ കല്യാൺ ബാറിന്റെ ലാലേട്ടൻ, അപ്സർക്ക, കുട്ടേട്ടൻ, ഈ ആഷിംക എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിന്റെ പിന്നെ നമ്മുടെ ഷേരേട്ടൻ, അവരൊക്കെ ആ ഒരു ഗ്യാങ്ങിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പന്തയം വിട്ടത് ഫസ്റ്റ് പന്തയം വിട്ടത് 7:10. അത് ഓർക്കുന്നുണ്ട് സമയം? 7:10. ഞാന് ആദ്യമായിട്ട് ടൂർണമെന്റ് വിടുന്നത് 7:10. അതിൽ ആ 22 പേരെന്തോ ഉണ്ടാവുന്നത്. അത് ഏതാണ് വർഷം? 99 കല്യാൺ ടൂറിസ്റ്റ് കല്യാൺ പന്തയം അല്ലെ? കല്യാൺ പന്തയത്തില് 12 മണിക്കൂറും 10 മിനിറ്റും പറപ്പിച്ച ആളാണ്. പിന്നെ നമുക്കൊന്നും പറയാനില്ല. ആ വർഷം തന്നെ നാഷണല് ഞങ്ങള് നാഷണല് ചേർന്ന്, പക്ഷെ വിട്ടില്ല. തിരുവനന്തപുരം LPF നാഷണൽ ടൂർണമെന്റ് അന്നുണ്ടായിരുന്നു. അത് ചേർന്നിട്ട് അന്ന് റഫറി തിരുവനന്തപുരത്ത് നിന്ന് വരിക. അപ്പൊ തലേ ദിവസം ഇവിടെ ആൾട്ടേന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്കന്ന് അത്ര ക്ലാരിറ്റി അറിയില്ല. അത്രയും ലോങ് സ്റ്റേ ചെയ്തിട്ട് കൊണ്ടുപോകാൻ മനസ്സിലായില്ല. ആ സമയത്ത് അങ്ങനെ ക്യാൻസൽ ആയി. പിറ്റത്തെ വർഷമാണ് ഡിസ്ട്രിക്ട് പറഞ്ഞത്. ആ ഒരു 3-4 കൊല്ലം അവർ കൊണ്ടു നടന്നു. കല്യാൺ ടൂർണമെന്റ് കൊണ്ടു നടന്നു. അതിനുശേഷമാണ് ഡിസ്ട്രിക്ട് ടൂർണമെന്റ് അവർ കൊണ്ടു നടന്നിട്ട് പിന്നെ ഒരുപാട്. ഇനിയിപ്പോ നമ്മുടെ മണിന്റെ വന്നിട്ട് ഇപ്പൊ 8 വർഷം. അതിന് മുമ്പ് ഡിസ്ട്രിക്ട് ടൂർണമെന്റ് ഉണ്ടായിരുന്നു. കുട്ടിയാട്ട ഒരുപാട്. അന്ന് മുതൽ ഇന്ന് വരെ ടൂർണമെന്റ് മത്സരങ്ങളുണ്ട്. അത് നമ്മളിപ്പോ മുന്നേ പറഞ്ഞില്ല, മാമാട് അവിടെ നിന്ന് പ്രാവിനെ കൊണ്ടുവന്നിട്ടാണ് അതേ ലൈൻ അതേ ഇതിൽ നിന്നാണ് പറപ്പിച്ചിട്ടുണ്ടായത്. അതെ. പ്രാവുകളെ പറത്തുന്നത് നമ്മുടെ ജ്യേഷ്ഠൻ തന്ന 8 പ്രാവ്. അതൊന്നും ഞങ്ങള് കുറെ പ്രാവിനെ കലർത്തി അപ്ഡേറ്റ് ചെയ്തു. പുതിയ ബാച്ചുകളില് അതേ ലൈൻ തന്നെ. അത് മക്കള് പേരെ കുട്ടികളായിട്ട് തന്നെ വരുന്നതല്ലേ. അങ്ങനെ എടുത്തിട്ട് ലൈനേജ് ഒരേപോലെ നമ്മുടെ ബ്ലഡ് ലൈൻ ആക്കി. അതിലൊരു സൂപ്പറിലൊരു പെട്ടേന്ന് വന്ന പ്രാവും ഒരു വെള്ളയെന്ന് വന്ന പ്രാവുമാണ് നമ്മുടെ ഇപ്പൊ ഉള്ള പ്രാവുകളിൽ ഓർമ്മ. ഇപ്പൊ നമ്മൾ പ്രാവുകളെ കണ്ടതിൽ ആ പ്രാവാണ് ആ ഒരു ഓർമ്മ. ആ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രാവ് ആ വർഷം പിന്നെ ഈ ഡിസ്ട്രിക്ട് ഒക്കെ വാങ്ങുമ്പോ ഒരു പെട്ടയിലൊരു സൂപ്പറിലൊരു പെട്ട ഉണ്ടായിരുന്നു. 2009 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമ്മള് ലൈനേജ് നമ്മള് കവർ ചെയ്യുമ്പോ പുറത്തുനിന്ന് പ്രാവുകളെ കൊണ്ടുവന്നിട്ട് ക്രോസ് ചെയ്തിട്ടാണ് പ്രാവിനെ ചെയ്യുന്നത് പറയണായിട്ടുണ്ട്. ഇപ്പൊ ഇക്ക പറയണത് ഇക്കാടനെ അതേ പ്രാവുകൾ തന്നെയാണ് ലൈനേജ് കവർ ചെയ്യുന്നത്. അപ്പൊ അതിൽ പറവ കൂട്ടാൻ ഈ പ്രാവുകൾക്ക് പറ്റുമോ, അതോ ക്രോസിലാണോ കൂടുതലായിട്ട് പറ്റുക? നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രാവിനെ കൊണ്ടുവന്നിട്ട് നല്ല ഇനം പ്രാവുകള് ആരത്തുണ്ടെങ്കിലും അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് മക്കളും പേരക്കുട്ടികളും ടൂർണമെന്റ് പറന്ന പ്രാവുകളും അത് അന്ന് 12 മണിക്കൂർ പറന്നിട്ടുള്ളൂ. അന്നും പ്രാവുകൾ പറക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം അത്രേ ഉള്ളൂ. കാരണം അത്ര അന്നത്തെ കരണ്ടും വെളിച്ചവും ഇല്ലാത്ത കാലഘട്ടത്താണ്. എന്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ അതിനേക്കാളും എത്രയല്ല 9 മണിക്കൂറും രാത്രി 9 മണി 10 മണി 12 മണി ഉണ്ട്. കരണ്ടും വെളിച്ചവും ഇല്ല. അത് പറക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. ഞാൻ സൂപ്പറിൽ ഒരു പെട്ടാ പറഞ്ഞില്ലേ, അത് ഇതേമാതിരി ഞങ്ങളുടെ അവിടെ പറക്കുമ്പോൾ വാലില്ലാണ്ടാ പറക്കണ്ടായിരുന്നു. വാലില്ലാതെ ആ പ്രാവ് പറന്നിട്ടുണ്ട്. അന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, ലൈറ്റ് ഇല്ല. ടോർച്ച് അങ്ങനെ അടിച്ചു അങ്ങനെ കാണും. അപ്പൊ ആ വർഷം ടൂർണമെന്റിലല്ല, മറ്റേ നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോ പറക്കുന്നത്. പക്ഷെ ആ വർഷം പറക്കും പ്രാവുകള് നമുക്ക് കാണിച്ചു കൊടുക്കുക. അതേ പ്രാവുകൾ തന്നെയാണ്. അത് കാലഘട്ടം കൊണ്ട് ലൈറ്റ് കൊണ്ട് സജ്ജീകരിച്ചുകൊണ്ട് പറക്കണമെന്നല്ല. അത് പറക്കേണ്ട തന്നെയാണ്. അല്ല, ആ പ്രാവുകൾ ജനറ്റിക്കലായിട്ട് പറക്കാറില്ല. രാത്രിയും പറക്കും. ഇപ്പൊ രാത്രിയൊക്കെ പക്ഷികളൊക്കെ ദേശാടനം ചെയ്ത് വരുന്നില്ല, കണ്ണു കാണാണ്ടാണ്. അവര് അതിന്റെ ഒരു ലൈനാണത്. അതായത് പറക്കുന്ന പ്രാവുകള് പറക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പണ്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് ഇത് എവിടെ പിടിച്ച് കാണുന്നത്?
പിന്നെ കറണ്ട് വന്നു, ഹാലജൻ വന്നു, അതിന് LED വന്നു, ഇപ്പൊ MH പോലത്തുള്ള ബൾബുകൾ വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോ നമുക്ക് അത് രാത്രി പ്രാവ് വറക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സജ്ജീകരണങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് 10-20 കൊല്ലമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാവൊക്കെ എല്ലായിടത്തും എല്ലാ പ്രാവുക്കളും നല്ല നല്ല പ്രാവുക്കളുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പ്രാവിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പ്രാവുകൾക്ക് എന്തെങ്കിലും ആകാശത്തിന് എന്തെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും സംഭവിക്കും? ഐ മീൻ വൈലി, പരുന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്തെങ്കിലും അതിന്റെ പ്രശ്നങ്ങളുണ്ടോ? അത് ഇവിടെ ഉണ്ട്, ധാരാളം ഉണ്ട്. സംബന്ധിച്ചോളം എനിക്ക് അറിയുന്ന ആൾക്കാരുടെ അറ്റാക്ക് ധാരാളമായിട്ടുണ്ട്. ആൾക്കാരുണ്ട്. പിന്നീട് നമ്മുടെ മെയിൻ പ്രാവുകളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് തളർത്തിയതും ലഗഡ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ പറഞ്ഞ പ്രാവിന്റെ അപ്പനെ ലഗഡ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് അത് പ്രാവും പറഞ്ഞാണ്. അങ്ങനെ ഒരുപാട് നല്ല പ്രാവുകൾ നമ്മുടെ ഇതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ ഉണ്ടായിരുന്നു. ഒരു വെള്ളയില് ജംഗിലി കണ്ണിലൊക്കെ വരുന്ന ജംഗിലി കണ്ണ് പറയുമ്പോ ചോരക്കണ്ണില്. അപ്പൊ അതൊരു പഴയ ലൈനിൽ വരും പറയണ്ടാണ്. പക്ഷെ അതെല്ലാവരുടെയും ഇപ്പൊ ഉണ്ട്. അത് ഇവരെന്താണ് പറഞ്ഞത്, അത് കരിങ്കണ്ണിൽ ഉടച്ചപ്പോ അത് മഞ്ഞക്കണ്ണായി മാറുന്നു. പ്രാവുകള് നമ്മുടെ അടുത്ത് പറക്കായ കുറവൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ 33 പറഞ്ഞത് ഇപ്പൊ എല്ലാരും അന്ന് മത്സര ദിവസം പറഞ്ഞത് കൊണ്ടാണ്. പക്ഷെ ഈ ഇതേ പ്രാവിന് മുമ്പത്തെ വർഷം ഇതിനേക്കാളും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമുക്ക് അന്ന് ടേണായിരുന്നു. ഇതിപ്പോ പറപ്പിക്കുമ്പോ രണ്ടാളും തന്നെയാണ് നോക്കുന്നത് പ്രാവിനെ. പറത്തുന്ന സമയത്ത് അവന് കൂടെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയായതുകൊണ്ട് പിന്നെ ഇതിപ്പോ ആ 99 കാലഘട്ടത്തിലേക്ക് ഒരു ആശാൻ ഉണ്ടാവുമല്ലോ. ആശാൻ പറയാനൊന്നുമില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ കണ്ട് വളർന്നത്. ആശാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നെൽക്കാട് പറയുന്ന സുനാരണ്ണ, നീക്കുട്ടൻ, അമ്മാനണ്ണ, അവരുടെ ഫാമിലി, പിന്നെ നമ്മുടെ കോമളാട്ടൻ, കനിയണ്ണൻ, അങ്ങനെ വടക്കുന്നേരം ബാബുവട്ടെ, ഈ മാണിക്കട്ടെ, അവരുടെയൊക്കെ നമ്മൾ കണ്ട് പ്രാവിന് വേണ്ടിട്ട് നമ്മൾ പലപടി ഇങ്ങനെ പോയി വന്നിറങ്ങി കണ്ട്. പിന്നെ നമ്മുടെ ജ്യേഷ്ഠന്മാരും ഇതേപോലെ തന്നെ പോണു. നമ്മുടെ വീടിന്റെ പരിസരവും ഒക്കെ അത്ര ഇതായതുകൊണ്ട് അങ്ങനെ കണ്ടുപോകും. നമ്മളായി പഠിച്ചത് നമ്മുടേതായിട്ട് ഇതായെന്ന് വരുന്നതാണ്. നമുക്ക് എന്താണ് അറിവ് അത് ആ രീതിയിൽ അങ്ങനെ കൊണ്ടുവരണം. നമ്മൾ ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ, നമ്മളെ ഷിയാബ്ക്കാടെയും ഇബ്രാൻകാടെയും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതൊരു 3 പാർട്ടായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പോരാക്കുറവ് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആങ്കർ ചെയ്തതോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചോദ്യം ചോദിച്ചതോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പോരാക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അധികം താമസിയാതെ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മുകളിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം താമസിയാതെ നമ്മുടെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.